ഗ്രാഫ്റ്റിംഗ് മുഖേന ഒരു മാവിൽ നിന്നും 35 മാമ്പഴ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്ത് കോതമംഗലം സ്വദേശി. ചീറപ്പടി തേലക്കാട്ട് മത്തായിക്കുഞ്ഞ് എന്ന റിട്ടയർഡ് പഞ്ചായത്ത് വകുപ്പ് ഉദ്യോഗസ്ഥനാണ് സ്വന്തം വീട്ടുവളപ്പിലെ മാവിൽ പരീക്ഷണങ്ങൾ നടത്തി വ്യത്യസ്തനാകുന്നത്. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ മാമ്പഴങ്ങളും ആസ്വദിക്കാൻ മാമ്പഴമേളകളിലോ മറ്റോ പോകേണ്ടതായുണ്ട്. എന്നാൽ കോതമംഗലം ചിറപ്പടി സ്വദേശി മത്തായിക്കുഞ്ഞ് എന്ന തേലക്കാട്ട് റോയിയുടെ വീട്ടിലെത്തിയാലും ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ മാമ്പഴങ്ങളുടെയും രുചി ആസ്വദിക്കാം. ഇവിടെ പാകമായ മാമ്പഴങ്ങൾ പഴുക്കണമെന്ന് മാത്രം. ഇദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലും പുരയിടത്തിലുമായുള്ള 2 മാവുകളിലായി ഏകദേശം 35ഓളം ഇനങ്ങളിൽപ്പെട്ട മാങ്ങകൾ കായ്ച്ചുകിടക്കുന്നത് കാണാം. വീട്ടുമുറ്റത്തുള്ള മാവിൽ 10ഓളം ഇനങ്ങൾ, പുരയിടത്തിലുള്ള മറ്റൊരു മാവിൽ 35ഓളം ഇനങ്ങൾ. ഏതാണ്ട് 100-ലധികം മാവും തൈകൾ ഈ പുരയിടത്തിലുണ്ട്. ഇതുകൂടാതെ വേറെ ഒരു സ്ഥലത്ത്, എൻ്റെ തന്നെ സ്വന്തം സ്ഥലത്ത്, ഇവിടെ സ്ഥലസൗകര്യം കുറവായതിനാൽ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അവിടെയുണ്ട് ഒരു 180ഓളം തൈകൾ അവിടെ ഇരിപ്പുണ്ട്. തായ്ലൻഡ്, ബംഗാനപ്പള്ളി, കാറ്റിമോൺ, സിന്ദൂരം, ബനാന, കേസർ, മൂവാണ്ടൻ, ചന്ദ്രക്കാരൻ, കോട്ടപ്പറമ്പൻ, കോശ്ശേരി, ബംഗ്ലോറ, നീലം, ജഹാംഗീർ, വിസ്താര, കാലാപ്പാടി, കൊളം, അമരപാലി എന്നിങ്ങനെ പ്രശസ്തമായവയും ഒപ്പം പേര് വ്യക്തമാകാത്ത ചില നാടൻ ഇനങ്ങളും ഗ്രാഫ്റ്റിംഗിലൂടെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഗ്രാഫ്റ്റ് ചെയ്ത ഇനങ്ങളുടെ പേര് അതത് ജില്ലകളിൽ ടാഗുകൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കി. 40 ഗ്രാഫ്റ്റ് ചെയ്യാൻ കാരണം ഓരോ കമ്പുകളും, എൻ്റെ ടോപ്പിലുള്ള ഓരോ കമ്പുകളിലും മൾട്ടി ഗ്രാഫ്റ്റിംഗ് സക്സസ് ആണെന്ന് പല പത്രമാധ്യമങ്ങളിലും കണ്ടപ്പോൾ ഞാനത് പരീക്ഷണാടിസ്ഥാനത്തിൽ കോഴിക്കോട് ജോലി ചെയ്തപ്പോൾ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന ഒരു മാവിലത് ചെയ്തു. അത് സക്സസ് ആയി. 8 വർഷത്തോളം കേരള പോലീസിലും തുടർന്ന് 22 വർഷത്തോളം തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ജോലി ചെയ്ത് വിരമിച്ച ഇദ്ദേഹത്തിന് ഗ്രാഫ്റ്റിംഗിലൂടെ ഇത്തരമൊരു വ്യത്യസ്ത ശ്രമം നടത്താനുള്ള സാങ്കേതിക സഹായം നൽകിയത് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസറും സുഹൃത്തുമായ EP സാജുവാണ്. വീടിനോട് ചേർന്ന് ഒരു ഫലവൃക്ഷത്തോട്ടം കൂടി നട്ടുവളർത്തിയിട്ടുണ്ട് ഇദ്ദേഹം. വ്യത്യസ്തങ്ങളായ സങ്കേതങ്ങളിലൂടെ കൃഷിയെ വൈവിധ്യമുള്ളതാക്കി മാറ്റുന്നവർക്ക് മാതൃകയാവുകയാണ് കോതമംഗലം സ്വദേശിയായ ഇദ്ദേഹം. ന്യൂസ് ഡെസ്ക് KCV News.